ക്രിസ്മസ്. ബെല്ല ജിം ദമ്പതികളുടെ സ്നേഹത്തിന്റെ കഥയാണിത്. ഓ ഹെൻറി എഴുതിയ ഈ ചെറുകഥ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. $1.87 അത്രമാത്രം. അതിൽ 60 സെന്റ് പെനിയായിട്ട് പച്ചക്കറിക്കാരനോടും ഇറച്ചിക്കാരനോടും വില പേശി പിശുക്കി പിടിച്ച് സമ്പാദിച്ചതാണ്. 3 പ്രാവശ്യം ബെല്ല അത് എണ്ണി നോക്കി. ഇല്ല, ഒട്ടും കൂടുതലില്ല. $1.87 അത്ര തന്നെ. അടുത്ത ദിവസം ക്രിസ്മസ് ആണു താനും. ആ പഴകി നരച്ച കട്ടിലിൽ വീണു കരയാനല്ലാതെ അവൾക്ക് എന്തു ചെയ്യാൻ കഴിയും? ജീവിതം തേങ്ങിക്കരച്ചിലുകളുടെയും ദീർഘനിശ്വാസങ്ങളുടെയും പുഞ്ചിരികളുടെയും ഒരു സമാഹാരമാണ് എന്ന ചിന്തയിലേക്ക് കരച്ചിൽ നീണ്ടു. ദീർഘനിശ്വാസമാണ് കൂടുതൽ. ഗൃഹനായികയുടെ മാനസികാവസ്ഥ അടുത്ത പടിയിലേക്ക് മുന്നേറുന്നതിനു മുൻപ് ആ വീടൊന്ന് കാണാം. ആഴ്ചയിൽ $8 വാടക കൊടുക്കേണ്ട ഒരു വീടാണത്. ദരിദ്രമായ ഒരവസ്ഥ അതിനുണ്ട്. വെളിയിൽ ഒരു എഴുത്തു പെട്ടി തൂങ്ങുന്നുണ്ട്. അതിൽ എഴുത്തിടാറുണ്ടോ എന്ന് സംശയം. ഒരു ഇലക്ട്രിക് ബട്ടൺ ഉണ്ട്. അതിൽ നിന്ന് മണിയടി കേൾപ്പിക്കാൻ മനുഷ്യശക്തിക്ക് സാധ്യമല്ല. മിസ്റ്റർ ജെയിംസ് ബെല്ലിംഗ്ടൺ യങ് എന്നെഴുതിയ ഒരു കാർഡുമുണ്ട്. മിസ്റ്റർ യങ്ങിന്റെ ശമ്പളം ആഴ്ചയിൽ $30 നിന്ന് 20 കുറഞ്ഞപ്പോഴേക്കും ഡെല്ലിംഗ്ടൺ എന്ന അക്ഷരങ്ങൾ മാഞ്ഞു തുടങ്ങി. അത് വെറും ഡി ആയി ചുരുങ്ങി. പക്ഷേ മിസ്റ്റർ ജെയിംസ് ഡെല്ലിംഗ്ടൺ യങ് വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം ജിം എന്ന വിളിയോടെ ബെല്ല ഓടിയെത്തും. മിസ്സസ് ജെയിംസ് ആണ് ബെല്ല എന്ന് മുൻപേ നാം കണ്ട യുവതി. ബെല്ല കരഞ്ഞു തീർന്നു. കുറച്ച് പൗഡർ പൂശി മുഖമൊന്നു മിനുക്കി. അവൾ ജനലിൽ കൂടി വെളിയിലേക്ക് നോക്കി. ചാര നിറത്തിലുള്ള ഒരു പൂച്ച ചാര നിറത്തിലുള്ള വേലിക്കരികിലൂടെ പോകുന്നുണ്ട്. നാളെ ക്രിസ്മസ് ആണ്. ജിമ്മിന് വേണ്ടി ഒരു സമ്മാനം വാങ്ങാൻ അവളുടെ കയ്യിൽ $1.87 മാത്രമേ ഉള്ളൂ. എത്ര മാസത്തെ പരിശ്രമം കൊണ്ട് അവൾ മിച്ചം പിടിച്ചതാണിത്. $20 നിന്ന് അതിലധികം എങ്ങനെയാണ് സമ്പാദിക്കുക? ചെലവ് ഉദ്ദേശിക്കുന്നതിലും കൂടുതലാണ് എപ്പോഴും. $1.87 ജിമ്മിന് ഒരു സമ്മാനം കൊടുക്കാൻ, അവളുടെ ജിമ്മിന് ഒരു സമ്മാനം കൊടുക്കാൻ, ഉചിതമായ ഒരു സാധനം കണ്ടുപിടിക്കാൻ അവൾ വളരെ നേരം ആലോചിച്ചു. നല്ലതായിരിക്കണം, കൗതുകമുള്ളതായിരിക്കണം, ജിമ്മിന് അഭിമാനിക്കത്തക്കതായിരിക്കണം. അവൾ കണ്ണാടിയുടെ മുൻപിൽ ചെന്നു നിന്നു. അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട്. പക്ഷേ ഒരു 20 നിമിഷം കൊണ്ട് ആ മുഖത്തിന്റെ നിറം മങ്ങിപ്പോയി. പെട്ടെന്നവൾ തലമുടി അഴിച്ചിട്ടു. ഇരുവർക്കും അഭിമാനിക്കത്തക്ക 2 വസ്തുക്കളാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. ഒന്ന് ജിമ്മിന്റെ സ്വർണ്ണ വാച്ച്. അത് അയാളുടെ അച്ഛന്റെയും അപ്പൂപ്പന്റെയും ആയിരുന്നിട്ടുണ്ട്. മറ്റൊന്ന് ബെല്ലയുടെ തലമുടി. മനോഹരമായ ആ മുടി അഴിച്ചിട്ടാൽ അവളുടെ പിൻഭാഗത്ത് ഉലഞ്ഞു തീർന്ന് ഓളം തല്ലി കാൽമുട്ടുകളുടെ കീഴ്ഭാഗം വരെ കിടക്കും. ഒരു ജലപ്രവാഹം പോലെ. ആരെയും അസൂയപ്പെടുത്താൻ ഈ 2 നിധികൾ ധാരാളമായിരുന്നു. അവൾ തലമുടി കെട്ടിവെച്ചു. അവളുടെ മുഖത്ത് ഒരു വ്യാകുലത വ്യാപിച്ചു. ഒരു നിമിഷം അവൾ പതറി നിന്നു. ഒരു തുള്ളി കണ്ണീര് പഴകി ദ്രവിച്ചു തുടങ്ങിയ കാർപ്പറ്റിൽ പതിച്ചു. പെട്ടെന്ന് അവൾ ഒരുങ്ങി. കോണിപ്പടി ഇറങ്ങി തെരുവിലേക്ക് നടന്നു. ബെല്ല ചെന്നു നിന്നത് മാഡം ഡെഫ്രോണി ഹെയർ ഡ്രസ്സർ എന്ന ബോർഡിന്റെ മുൻപിലായിരുന്നു. കോണിപ്പടി ഓടിക്കയറി കിതച്ചുകൊണ്ട് അവിടെ കണ്ട തടിച്ച സ്ത്രീയോട് അവൾ ചോദിച്ചു, എന്റെ തലമുടി നിങ്ങൾ വാങ്ങുമോ? ആ, നോക്കട്ടെ, തൊപ്പിയെടുത്തു മാറ്റൂ, ഞാൻ ആ മുടിയൊന്ന് കാണട്ടെ. ആ സ്ത്രീ പറഞ്ഞു. കറുത്ത വെള്ളച്ചാട്ടം പോലെ മുടി അഴിഞ്ഞു വീണു. $20. കൈകൊണ്ട് മുടി പിടിച്ച് പരിശോധിച്ച് അവർ പറഞ്ഞു. ശരി, വേഗം തരൂ. ബെല്ല തിരക്കുകൂട്ടി. തുടർന്നുള്ള 2 മണിക്കൂർ വേഗത്തിൽ കഴിഞ്ഞുപോയി. അവൾ കണ്ട കടകളിലെല്ലാം കയറി ജിമ്മിനുള്ള സമ്മാനം തിരയുകയായിരുന്നു. ഒടുവിൽ അവൾ കണ്ടെത്തി. അത് തീർച്ചയായും ജിമ്മിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. അതുപോലൊന്നും മറ്റൊരു കടയിലും കാണാൻ കഴിഞ്ഞില്ല. പ്ലാറ്റിനം പൂശിയ ഒരു വാച്ച് ചെയിൻ. അതിന്റെ രൂപഭംഗി അവളെ ആകർഷിച്ചു. കണ്ടപ്പോൾ തന്നെ അവൾ തീർച്ചപ്പെടുത്തി അത് ജിമ്മിന്റേതാകണം. അത് ജിമ്മിനെ പോലെയാണ്. ശാന്തതയും മൂല്യവും ഒരുപോലെ. $21 കൊടുത്ത ബെല്ല ആ ചെയിൻ വാങ്ങി. ആ ചെയിൻ കൂടിയാകുമ്പോൾ ജിം ഏത് സുഹൃത്ത് സംഘത്തിൽ വെച്ചും സമയം നോക്കാൻ വെമ്പൽ കാട്ടും. ആ വാച്ച് ഒന്നാന്തരമായിരുന്നെങ്കിലും അതിന്റെ വൃത്തികെട്ട തോൾവാറ് ജിമ്മിനെ പലപ്പോഴും സ്നേഹിതന്മാരുടെ മുൻപിൽ നാണം കെടുത്തിയിട്ടുണ്ട്. ബെല്ല വീട്ടിലെത്തിയപ്പോൾ അവളുടെ സന്തോഷലഹരി ചിന്തയ്ക്ക് വഴിമാറി. അവൾ കണ്ണാടിയിൽ നോക്കി. മുടിച്ചുരുളുകൾ പറ്റേ പൊതിഞ്ഞിരിക്കുന്ന തലയോടുകൂടി അവളെ കണ്ടാൽ ഇപ്പോൾ ഒരു സ്കൂൾ കുട്ടിയാണെന്ന് തോന്നും. തന്റെ പ്രതിച്ഛായ നോക്കിക്കൊണ്ട് അവൾ വളരെ നേരം നിന്നു. ജിം എന്നെ വഴക്കു പറഞ്ഞു കൊല്ലും. പക്ഷേ $1.87 മാത്രം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? 7 മണിയായി.
കാപ്പി തയ്യാറായി കഴിഞ്ഞു. ജിം ഒരിക്കലും വീട്ടിലെത്താൻ താമസിക്കാറില്ല. ജിമ്മിന്റെ കാൽപ്പെരുമാറ്റം കേട്ടു. ഒരു നിമിഷത്തേക്ക് ആ മുഖം വിളറിപ്പോയി. ദൈവമേ, എന്റെ സൗന്ദര്യം കുറഞ്ഞിട്ടില്ലെന്ന് തന്നെ ജിമ്മിന് തോന്നണേ. അവൾ ഏത് ചെറിയ കാര്യത്തിനും ഇങ്ങനെ പ്രാർത്ഥിക്കും. വാതിൽ തുറന്ന് ജിം അകത്തു വന്നു. അയാളുടെ മുഖത്ത് പതിവില്ലാത്ത ഒരു ഗാംഭീര്യം കണ്ടു. പാവം, 22ാമത്തെ വയസ്സിൽ ഒരു കുടുംബത്തിന്റെ ഭാരം ചുമലിൽ വഹിക്കേണ്ടതായി വന്നുകൂടി. ഒരു കോട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു തുടങ്ങിയിട്ട് എത്ര നാളായി. അയാളുടെ കയ്യുറ കീറിപ്പോയിട്ട് വേറൊന്നു വാങ്ങാൻ ഇതുവരെ പറ്റിയില്ല. ജിം വാതിൽ തുറന്ന് അകത്തു കടന്നു. അയാളുടെ തറച്ച നോട്ടം അവളെ ഭയപ്പെടുത്തി. ആ കണ്ണുകളിലെ ഭാവം അവൾക്ക് മനസ്സിലായില്ല. അത് ദേഷ്യമോ അതിശയമോ ഭയമോ അംഗീകാരമില്ലായ്മയോ എന്താണ്? അതിലൊക്കെ മറുപടി അവൾ തയ്യാറാക്കിയിരുന്നു. ബെല്ല ജിമ്മിന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. ജിം, എന്താ അങ്ങനെ നോക്കുന്നത്? ഞാൻ എന്റെ മുടി മുറിച്ചു വിറ്റു. ജിമ്മിനൊരു സമ്മാനം തരാൻ കഴിയാതെ എങ്ങനെ ക്രിസ്മസ് കാലത്ത് ഞാൻ കഴിച്ചുകൂട്ടും? അതിനിയും വളരും ഇല്ലേ? എനിക്കിത് ചെയ്തേ കഴിയുമായിരുന്നുള്ളൂ. സാരമില്ല അല്ലേ ജിം? ഒന്ന് ചിരിക്കൂ ജിം, നമുക്ക് സന്തോഷമായിരിക്കാം. നീ നിന്റെ തലമുടി വെട്ടിക്കളഞ്ഞു? ജിം വളരെ പണിപ്പെട്ട് ചോദിച്ചു. അതെ, വിറ്റു. നാളെ ക്രിസ്മസ് അല്ലേ? അത് ജിമ്മിന് വേണ്ടിയല്ലേ? കാപ്പി എടുക്കട്ടെ? അവൾ ചോദിച്ചു. ജിം ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെ തോന്നി. അയാൾ അവളെ സ്നേഹത്തോടെ നോക്കി. കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതി മേശപ്പുറത്ത് വെച്ചു. ബെല്ല അതെടുത്തു കെട്ടടിച്ചു. ഹാ! അവൾ ആഹ്ലാദം കൊണ്ട് നിലവിളിച്ചു പോയി. അല്പനിമിഷം കഴിഞ്ഞ് സന്തോഷം സന്താപമായി. അവൾ വളരെ നാളായി കൊതിച്ചിരുന്ന സമ്മാനമായിരുന്നു അത്. സുന്ദരങ്ങളായ ഒരു ജോഡി ചീപ്പുകൾ. അവ വളരെ വിലപിടിച്ചവയാണെന്ന് അവൾക്കറിയാം. അങ്ങനെ ഒന്ന് കിട്ടണമെന്ന് ഹൃദയം കൊതിച്ചിരുന്നു. നടക്കില്ല എന്നറിയാമായിരുന്നുവെങ്കിലും ദാ ഇപ്പോൾ അത് അവൾക്ക് സ്വന്തം. പക്ഷേ എന്തു ഫലം! അവ കൊണ്ട് താലോലിക്കേണ്ട മുടി. അവ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എന്റെ മുടി വേഗം വളരും. ജിമ്മിന് വേണ്ടി അവൾ വാങ്ങിയ സമ്മാനം ഇതുവരെ ജിം കണ്ടില്ല. അതവൾ ഉള്ളം കയ്യിൽ വെച്ച് അഭിമാനത്തോടെ നീട്ടിക്കാണിച്ചു. ആ വില കൂടിയ ലോഹം അവളുടെ ഉന്മേഷത്തെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ തോന്നി. ഇത് രാജോചിതമായ സമ്മാനമല്ലേ ജിം? ഞാൻ പട്ടണം മുഴുവൻ അരിച്ചുപെറുക്കി കണ്ടെത്തിയതാണ്. ആ വാച്ചൊന്ന് തരൂ. ഇത് വാച്ചിൽ എങ്ങനെയിരിക്കുമെന്ന് കാണട്ടെ. ജിം വാച്ച് എടുക്കുന്നതിനു പകരം കട്ടിലിൽ കിടന്നു ചിരിച്ചു. ബെല്ല, നമുക്ക് സമ്മാനങ്ങളെല്ലാം തൽക്കാലം മാറ്റിവെക്കാം. അവ ഇപ്പോൾ ഉപയോഗിക്കേണ്ട. വിലപിടിച്ച സമ്മാനങ്ങളല്ലേ? നിനക്ക് ചീപ്പ് വാങ്ങാൻ ഞാൻ എന്റെ വാച്ച് വിറ്റു. ഇനി കാപ്പി കൊണ്ടുവരൂ. ഉണ്ണിയേശുവിന് ഉപഹാരങ്ങളുമായി കാലിത്തൊഴുത്തിലെത്തിയ പണ്ഡിതന്മാർ വിവേകികളായിരുന്നു. അവരാണല്ലോ ക്രിസ്മസിന് ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി വെച്ചത്. വിവേകമതികളായ അവർ കൊണ്ടുവന്ന ഉപഹാരങ്ങളും വിവേകത്തിന്റെ ചിഹ്നങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞത് ബുദ്ധിശൂന്യമായി തങ്ങളുടെ നിധികൾ പരസ്പരമുള്ള സ്നേഹത്തിനു വേണ്ടി തുലച്ച കഥയാണ്. എന്നാൽ അവസാന വാക്കായി ഇങ്ങനെ പറയാം, സമ്മാനങ്ങൾ നൽകുന്നവരിൽ വെച്ച് വിവേകമതികളാണിവർ. സമ്മാനം സ്വീകരിക്കുന്നവരിൽ വെച്ചും ഏറ്റവും വിവേകികൾ എല്ലാ തരത്തിലും.